ഡയാലിസിസ് ചെയ്യാൻ സഹായത്തിനായി വടകര തണലിൽ വീണ്ടും ചായപ്പയറ്റ്. പ്രതിമാസം 40 ലക്ഷം രൂപ ചെലവ് വരുന്ന തണലിലെ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷവും ചായപ്പയറ്റ് നടത്തിയിരുന്നു. വടകര തണൽ ഡയാലിസിസ് സെന്റർ ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്ഥാപനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ ഡയാലിസിസ് സംവിധാനമാണ് വടകരയിലെ തണൽ. 50 ലക്ഷം രൂപ സമാഹരിക്കാനാണ് ചായപ്പയറ്റ് നടത്തിയത്. കഴിഞ്ഞ തവണ 26 ലക്ഷം രൂപയാണ് കിട്ടിയത്. 82 മെഷീനുകളിലായി സൗജന്യ നിരക്കിൽ 300 വൃക്കരോഗികൾക്കാണ് തണലിൽ ഡയാലിസിസ് സൗകര്യമുള്ളത്. നിലവിലുള്ള വൃക്കരോഗികൾക്ക് സാമ്പത്തിക ബാധ്യത കുറച്ച് ഡയാലിസിസ് ലഭ്യമാക്കുക, വൃക്കരോഗമുക്ത നാട് എന്ന ലക്ഷ്യത്തോടെ എക്സിബിഷനുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് തണലിന്റെ ലക്ഷ്യങ്ങൾ. ഈ മനുഷ്യരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. മനുഷ്യത്വം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ അപ്പുറത്തേക്ക് ഇതൊന്നുമല്ലാത്ത ആ മനുഷ്യർ മുഴുവൻ ഒരുമിച്ച് കൂടി അയൽപ്പക്കത്തുള്ള പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യന്റെ പ്രയാസം അത് അവൻ്റെതും അവന്റെ കുടുംബത്തിന്റെയും മാത്രമല്ല. ഈ സായാഹ്നം ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഒരു വലിയ മാതൃകയാണ്. തണലിൽ 250 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കൂൾ പഠനവും തെറാപ്പി സൗകര്യവും കമ്മ്യൂണിറ്റി സൈക്യാട്രി യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. പാലിയേറ്റീവ് പരിചരണവും തണലിൽ നടക്കുന്നു. ചായപ്പയറ്റിനെത്തുന്നവർ ചായയും പലഹാരവും കഴിച്ച ശേഷം സംഭാവന നൽകി പിരിയുന്നതാണ് ചായപ്പയറ്റ്. മീഡിയ 1 കോഴിക്കോട്.